നമസ്കാരം. GST നെറ്റ്വർക്കിൽ ഇ-വേ ബില്ല്, ഇൻവോയ്സുമായി ബന്ധപ്പെട്ട് വീണ്ടും പുതിയ പരിഷ്കാരങ്ങൾ ജനുവരി 1, 2025 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. NIC അഥവാ നാഷണൽ ഇൻഫർമേഷൻ സെന്റർ ആണ് ഇവ നടപ്പിലാക്കുന്നത്. മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ പുതിയ ഒരു സംഭവമാണ്. ഇത് ടാക്സ് പേയേഴ്സിന് ഇനി പറയുന്ന രീതിയിൽ ഇത് ബാധകമായിട്ട് വരികയാണ്. മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ അഥവാ MFA എന്ന് പറയും. ആനുവൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡിംഗ് 20 crores എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷം അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 കോടിയിൽ അധികമായാൽ ഈ പറഞ്ഞ MFA 1 ജനുവരി 2025 തുടങ്ങി പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ കാറ്റഗറി ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ആനുവൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 കോടിയിലധികമായാൽ 1 ഫെബ്രുവരി 2025 തുടങ്ങി ഇത് പ്രാബല്യത്തിൽ വരുന്നു. മൂന്നാമത്തെ കാറ്റഗറി MFA മാൻഡേറ്ററി ആക്കുന്നത് എല്ലാ ടാക്സ് പേയേഴ്സിനും 1 ഏപ്രിൽ 2025 മുതൽ. ഇങ്ങനെ 3 കട്ട് ഓഫ് ഡേറ്റ് വെച്ചാണ് ഇത് പടിപടിയായിട്ട് എഫക്റ്റീവ് ആക്കി കൊണ്ടുവരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏപ്രിൽ 2025 തുടങ്ങി എല്ലാ ടാക്സ് പേയേഴ്സിനും ഈ പറഞ്ഞ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ നിലവിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് MFA എല്ലാവരും ആക്ടിവേഷൻ നടത്തേണ്ടതാണ്. യൂസർ ID യും പാസ്വേഡും ഉപയോഗിച്ച ശേഷം OTP മൊബൈൽ നമ്പറിലോട്ട് ലഭിക്കുകയും അത് എൻ്റർ ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് ആക്ടിവേഷൻ നിർദ്ദേശങ്ങൾ ഇ-വേ ബിൽ, ഇൻവോയ്സ് പോർട്ടലിൽ നടത്തേണ്ടതാണ്. 1 ജനുവരി 2025 മുതൽ ഇതുപോലെ തന്നെ ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യുന്നതിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു ഇൻവോയ്സ് എടുത്തതിന് ശേഷം 180 ദിവസത്തിനുള്ളിൽ ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്തിരിക്കണം. ഇതാണ് പുതിയ പരിഷ്കാരം. അതുപോലെ ഇ-വേ ബില്ല് എക്സ്റ്റൻഷൻ കൊടുക്കുന്ന കാര്യത്തിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് എല്ലാ ടാക്സ് പേയേഴ്സും ഈ പറഞ്ഞ MFA ആക്ടിവേറ്റ് ചെയ്യുക, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക, OTP സമയത്ത് ലഭിക്കുവാൻ ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്ത്, അതുപോലെ ഡോക്യുമെന്റിന്റെ വാലിഡിറ്റി, ഇവയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.